നഗരത്തിലെ പ്രശസ്തമായ ലക്ഷറി അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു ദേവ്. തൻ്റെ അച്ഛൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. നീ ഞാൻ പറയുന്ന പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു മകനില്ലെന്ന് തന്നെ എനിക്ക് കരുതേണ്ടി വരും. ഈ വാക്കുകൾ ഗ്രൂപ്പിൻ്റെ തലവനായ വിശ്വംഭരൻ്റേതായിരുന്നു. ടെക്സ്റ്റൈൽസായും ജ്വല്ലറിയായും ഹാൻഡ്വെയർ ഷോപ്പുകളായും അങ്ങനെ എണ്ണിയാൽ തീരാത്ത കമ്പനികൾ അവരുടെ അധീനത്തിലാണ്. ഭൂരിഭാഗം കമ്പനികളിലും ഇവരുടെ ഷെയറാണ് കൂടുതലായിട്ടും ഉള്ളത്. വിശ്വംഭരൻ്റെ ഭാര്യ ലളിത വിശ്വംഭരൻ, അവർക്ക് 2 മക്കൾ, ദേവാനന്ദ് വിശ്വം, മകൾ ആദിത്യ വിശ്വം. ദേവാനന്ദൻ കമ്പനി കാര്യങ്ങളിൽ അച്ഛനെ സഹായിക്കുന്നു. ആദിത്യ കോളേജ് സ്റ്റുഡൻ്റാണ്. ദേവാനന്ദൻ നിലവിലൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി മോഡലിംഗ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആരതി. എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കാൻ അടക്കവും ഒതുക്കവുമുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ സുന്ദരിയും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെ വിശ്വംഭരൻ കണ്ടെത്തുകയായിരുന്നു. വിശ്വംഭരൻ ദാരിദ്ര്യത്തിൽ നിന്നും തൻ്റെ കഠിനമായ പ്രയത്നത്തിലൂടെ ഉയർന്നു വന്ന വ്യക്തിയാണ്. തൻ്റെ കൂടെ എല്ലാത്തിനും സഹധർമ്മിണിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ മകനെയും കപടതയില്ലാതെ സ്നേഹിക്കാൻ ഗൗരി എന്ന സാധു പെൺകുട്ടിക്ക് കഴിയുമെന്ന് അദ്ദേഹം കരുതി. ആരതി, ഒന്ന് പറയുന്നത് കേൾക്കൂ. ദേവ് വളരെ സങ്കടത്തോടെ ആരതിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല ദേവ്. എവിടെയോ കിടക്കുന്ന ഒരു പീറ പെണ്ണിന് വേണ്ടി നിന്നെ വിട്ടു കളയില്ല ഞാൻ. ഇതിന് എന്തും ഞാൻ ചെയ്യും, ആരതി പറഞ്ഞു നിർത്തി. ഞാനൊന്ന് ഗൗരിയെ കണ്ട് സംസാരിക്കാം എന്ന് കരുതുന്നു. നീ എന്തു പറയുന്നു? അല്ല, എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഐ ജസ്റ്റ് തോട്ട് സംതിങ്. എന്താ നിൻ്റെ ഐഡിയ? ഞാനൊരു എഗ്രിമെൻ്റ് വിവാഹത്തെക്കുറിച്ചാണ് അവളോട് സംസാരിക്കാൻ. 1 ഇയർ എഗ്രിമെൻ്റ് മാരേജ്. അവളെ സമ്മതിക്കുമെന്ന് ദേവ് കരുതുന്നുണ്ടോ? ബട്ട് എനിക്ക് ഇത് നേടിയെടുത്തേ പറ്റൂ. രണ്ടും കൽപ്പിച്ച് ദേവ് ഗൗരിയുടെ വീട്ടിലെത്തി. പൊട്ടിയ ചുമരുകൾ, ഓടിട്ട മേൽക്കൂര, ചെമ്പരത്തി ചെടിയാൽ മതിലുകൾ തീർത്ത ഒരു കുഞ്ഞു വീട്. വീടിന് മുന്നിൽ കാർ നിർത്തി ഇറങ്ങി. ചൂലുമായി മുറ്റുമടിക്കാനായി ഇറങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടി. ചൂലുമാറ്റി അവൾ അവനെ തന്നെ നോക്കി നിന്നു. വെളുത്ത മെലിഞ്ഞ രൂപം, 2 വലിയ കണ്ണുകൾ, ആരെയും ആകർഷിക്കുന്ന നോട്ടം. മൊത്തത്തിൽ അവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകും. അവൻ അവളെ ലക്ഷ്യമാക്കി മുന്നോട്ട് വന്നു. ആരാ, മനസ്സിലായില്ലല്ലോ? അവൾ വ്യാകുലതയോടെ തിരക്കി. കല്യാണം ആലോചിച്ചെങ്കിലും ഗൗരിക്ക് ദേവിനെ അറിയില്ലായിരുന്നു. ഞാൻ വിശ്വംഭരൻ്റെ മകൻ ദേവ്. അത് കേട്ടതും അവൾ ബഹുമാനാർത്ഥം അവനെ നോക്കി. ഇരിക്കാൻ നല്ലൊരു ഇരിപ്പിടം പോലും ഈ വീട്ടിലില്ല സാർ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. സാറിൻ്റെ അച്ഛൻ കാര്യങ്ങളെല്ലാം എന്നോട് അമ്മയോടും പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ എതിർത്ത് നോക്കി. പക്ഷേ സാറിൻ്റെ അച്ഛൻ ഉറച്ച തീരുമാനമാണ് എടുത്തിരുന്നത്. അത് എതിർക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളെ സ്വപ്നം കാണാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ല. താങ്കളുടെയും ആ വലിയ സാറിനെയും മനസ്സ് വളരെ വലുതാണ്. ഞാൻ ഓരോന്ന് പറഞ്ഞു നിന്ന് സാറിന് ചായ പോലും തന്നില്ല. ഞാൻ അമ്മയെ വിളിക്കാം. ഗൗരി, ഒന്ന് നിൽക്കൂ. ഞാൻ അമ്മയെ കാണാനല്ല വന്നത്. എനിക്ക് ഗൗരിയോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. ആയിക്കോട്ടെ, ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് മുറ്റത്തിറങ്ങിയാലോ? സാറിൻ്റെ ഇഷ്ടം പോലെ. അവർ മുറ്റത്തൂടെ കുറച്ച് ദൂരം നടന്നു. എനിവേ, ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. പറഞ്ഞോളൂ സാർ. ഗൗരി തന്നെ എനിക്ക് ഭാര്യയായി കാണാൻ കഴിയില്ല. എനിക്ക് വേറൊരു കുട്ടിയോട് ഇഷ്ടമുണ്ട്. അച്ഛൻ്റെ നിർബന്ധത്തിന് എനിക്ക് ഈ മാരേജ് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. ഇയാൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കൊരു എഗ്രിമെൻ്റ് വിവാഹത്തിന് തയ്യാറായാലോ? ഗൗരി എന്തു പറയുന്നു? ഇതു കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്നു പോയെങ്കിൽ എന്ന് വരെ ചിന്തിച്ചു അവൾ. എന്നാൽ തൻ്റെ പതർച്ച പുറത്തു കാട്ടാതെ അവൾ ഒരു ഭാവവും കൂടാതെ ദേവി മറുപടി കൊടുത്തു. എന്നെക്കുറിച്ച് എന്താ കരുതിയത്? നിങ്ങളുടെ പണത്തിൻ്റെയും പദവിയുടെയും ലോകം കണ്ട് മഞ്ഞളിച്ചാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചെന്നാണോ? എങ്കിൽ സാറിനത് തെറ്റി. ഞങ്ങൾ പാവങ്ങളാണെങ്കിലും അഭിമാനം വിട്ട് ജീവിച്ചിട്ടില്ല. സാറിന് പോകാം. ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. ഇനി എൻ്റെ മുമ്പിൽ വന്നു പോകരുത്. ഗൗരി വീടിൻ്റെ ഉമ്മറപ്പടിയിൽ തളർന്നിരുന്നു. കണ്ണിൽ നിന്നും ധാരയായി കണ്ണുനീർ ഒലിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടെ അമ്മ എത്തിയത്. എന്താ മോളെ, ഇവിടെ വീടിൻ്റെ മുമ്പിലൊരു കാറ് നിൽക്കുന്നത് ഞാൻ സീരയുടെ വീട്ടിൽ നിന്ന് കണ്ടിരുന്നു. വിഷ്ണു സാറിൻ്റെ വീട്ടിൽ നിന്നാണോ? എല്ലാവർക്കും നിൻ്റെ കാര്യം ചോദിക്കാനേ സമയമുള്ളൂ. ഭാഗ്യമുള്ള കുട്ടിയാന്നാ എല്ലാവരും പറയണത്. അല്ല, എന്താ നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് മോളെ? നീ കരയാണോ? ഗൗരി അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞു. ഈശ്വരാ, എൻ്റെ കുട്ടിക്ക്. അമ്മ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണു. അമ്മേ, അമ്മേ! അവളുടെ നിലവിളി കേട്ടതും അയൽവാസികളെല്ലാം ഓടിക്കൂടി. എത്രയും വേഗം അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നേരെ ICUവിൽ കയറ്റി. ഒരു സിസ്റ്റർ വന്നു. ഭാർഗവി അമ്മയുടെ കൂടെ വന്നതാരാ?
ഗൗരി കണ്ണുകൾ തുടച്ച് സിസ്റ്ററിൻ്റെ അരികിലേക്ക് ഓടി. സിസ്റ്റർ, എൻ്റെ അമ്മയ്ക്ക് സമാധാനമായിരിക്കൂ. അമ്മയ്ക്ക് ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലാൻ അറിയിച്ചു. അവൾ ഓടിക്കിതച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് എത്തി. ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ അറിയിച്ചു. അതിന് 5 ലക്ഷം രൂപ ചിലവ് വരും. എത്രയും വേഗം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ഗൗരി പകച്ചു നിന്നു. അവസാനം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഗൗരി ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഹലോ സാർ, ഞാൻ ഗൗരിയാണ്. എഗ്രിമെൻ്റ് വിവാഹത്തിന് ഞാൻ തയ്യാറാണ്. പകരം എനിക്ക് എത്രയും വേഗം ഇന്ന് തന്നെ ഒരു 5 ലക്ഷം രൂപ വേണം. അപ്പോൾ പണത്തിന് പണം തന്നെ വേണം. അഭിമാനം കൊടുത്താൽ ഓപ്പറേഷൻ നടക്കില്ലല്ലേ? എന്തായാലും താൻ എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരൂ. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. ഷാർപ്പ് 10 o'clock. അതും പറഞ്ഞ് ദേവ് ഫോൺ കട്ട് ചെയ്തു. അയാളുടെ മുഖത്ത് ഒരു നിഗൂഢമായ ചിരിയുണ്ടായിരുന്നു. അവൾ കൃത്യം 10 മണിക്ക് തന്നെ ഗസ്റ്റ് ഹൗസിലെത്തി. അവളുടെ നേർക്ക് കുറച്ച് പേപ്പറുകൾ ദേവ് നൽകി. ആവശ്യമെങ്കിൽ തനിക്കത് വായിച്ചു നോക്കാം. അവൾ വായിച്ചു നോക്കിയ ശേഷം ആ പേപ്പറുകളിൽ നിറകണ്ണുകളോടെ ഒപ്പിട്ടു. തൻ്റെ നിസ്സഹായത ആ കണ്ണുകളിൽ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. അതേസമയം ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു മോഡേൺ പെൺകുട്ടി, ഒട്ടിക്കിടക്കുന്ന ഗൗണും ചുണ്ടിൽ ലിപ്സ്റ്റിക്കും മുഖം നിറച്ചും ചായം പൂശിയ പെൺകുട്ടി. അവൾ വന്നപാടെ ദേവിനെ കെട്ടിപ്പിടിച്ചു, കവിളിൽ ഉമ്മ കൊടുത്തു. ഇത് കണ്ട ഗൗരിക്ക് അറപ്പുളവായി. അവൾ അവർക്ക് നേർക്കുള്ള മുഖം മാറ്റി. അപ്പോഴാണ് ആരതി ഗൗരിയെ ശ്രദ്ധിക്കുന്നത്. അല്ല ദേവ്, ഇതാണോ നീ പറഞ്ഞ നേർച്ചക്കോഴി? അവൾ ഒരു പുച്ഛ ചിരി ചിരിച്ചു. എന്തായാലും ഞാൻ മുകളിലുണ്ടാവും. നീ എല്ലാം കഴിഞ്ഞ് സെറ്റിലാക്കി മുകളിലോട്ട് വാ. അതും പറഞ്ഞ് ആരതി മുകളിലേക്ക് പോയി. ഗൗരി സൈൻ ചെയ്ത പണവുമായി ഇറങ്ങാൻ നേരം ദേവ് ഒന്നുകൂടി ഓർമ്മിച്ചു. നാളെയാണ് വിവാഹം. അവൾ നിറകണ്ണുകളോടെ അവിടെ നിന്നിറങ്ങി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഓപ്പറേഷൻ വളരെ ഭംഗിയായി കഴിഞ്ഞു. അവിടെ അമ്മയ്ക്ക് ബോധം വന്നപ്പോൾ അമ്മയുടെ വിവാഹകാര്യം സംസാരിച്ചു, അനുഗ്രഹവും വാങ്ങി. ദേവ് വിവാഹത്തിന് സമ്മതിച്ചു എന്ന് മാത്രമേ അമ്മയോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എഗ്രിമെൻറ്റിൻ്റെ കാര്യം അമ്മയിൽ നിന്ന് മറച്ചു വെച്ചു. അമ്മ അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാം. അതുമാത്രമല്ല, അമ്മയ്ക്ക് ഇനിയൊരു ഷോക്ക് കൂടി താങ്ങാനുള്ള കരുത്ത് ആ ഹൃദയത്തിനില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് വിവാഹവേഷം അണിഞ്ഞ് അവൾ കതിർമണ്ഡപത്തിലെത്തി. അവളുടെ ബന്ധുക്കളെ ഒഴിച്ച് ചെക്കൻ്റെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ആ കല്യാണം മംഗളമായി നടന്നു. ഗൗരിയുടെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായി ഒരു ഹോം നേഴ്സിനെ വെക്കാനും ദേവ് മറന്നില്ല. വിവാഹത്തിൽ ആരതിയും പങ്കെടുത്തിരുന്നു. അവൾ അവനെ നോക്കി നിഗൂഢമായി ചിരിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവിൻ്റെ അനിയത്തി ആദിത്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അഹങ്കാരിയായ ആരതിയുമായി തൻ്റെ ചേട്ടൻ്റെ സ്നേഹത്തിലാണെന്ന് അവൾക്കറിയാം. എന്നാൽ അത് ആദിത്യയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. കല്യാണശേഷം എല്ലാവരും വിശ്വമംഗലം തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഗൗരിയുടെയും ദേവിൻ്റെയും ആദ്യ രാത്രിയായുള്ള മണിയറ ഒരുങ്ങിക്കഴിഞ്ഞു. അതേസമയം ദേവ് ഫോൺ ചെയ്യുന്നത് ആദിത്യ കണ്ടു. എന്താ ചേട്ടാ ഇത്? ഇന്നെങ്കിൽ ആ ഫോണിനൊന്ന് റെസ്റ്റ് കൊടുക്ക്. അവൾ അത് പിടിച്ചു വാങ്ങി നോക്കിയപ്പോൾ മറുതലയ്ക്കൽ ആരതിയാണ്. അത് മനസ്സിലാക്കിയ ആദിത്യ പല്ലിങ്ങെരിച്ചുകൊണ്ട് ഫോൺ കട്ടാക്കി. എന്നിട്ട് ചേട്ടനൊരു ഉപദേശം കൊടുക്കാനും അവൾ മറന്നില്ല. ചേട്ടാ, ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി നല്ലൊരു ജീവിതവും സ്വപ്നം കണ്ട് ആ മുറിയിൽ ഇരിപ്പുണ്ട്. അത് ചേട്ടൻ താല കെട്ടിയ പെണ്ണാണെന്നുള്ള ഓർമ്മ വേണം. ഇത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. ദേവ് മുറിയിലെത്തി. ഗൗരി ബഹുമാനത്തോടെ പാൽ ഗ്ലാസ് അവന് നേർക്ക് നീട്ടി. ദേവ് അവളെ രൂക്ഷമായി നോക്കി. പാല് നീ തന്നെ കുടിച്ചോ. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് എഗ്രിമെൻറ്റിൻ്റെ കാര്യം നീ മറക്കരുത്. ഭാര്യയുടെ ഒരു അവകാശവും പറഞ്ഞ് നീ എൻ്റെ മുന്നിൽ വന്നാ എൻ്റെ തനി സ്വഭാവം നീ അറിയും. നീ എനിക്ക് വെറും എഗ്രിമെൻ്റ് വൈഫ് മാത്രമാണ്. പിന്നെ ഞാൻ ഇന്നിവിടെ ഉണ്ടാവില്ല. ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ മുതലെടുത്തു. എന്നാൽ നിങ്ങളുടെ സ്വന്തം അച്ഛനെ പറ്റിക്കാതിരുന്നൂടെ? നിങ്ങൾക്ക് ഒരാളോട് സ്നേഹമില്ല, കടപ്പാടുമില്ല. ഇല്ലെങ്കിൽ നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ മനുഷ്യന് ഇഷ്ടമില്ലാത്ത ബന്ധം നിങ്ങൾ തുടരുമായിരുന്നു. എനിക്ക് നിങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. ഗൗരി, നീ അതിര് കടക്കുന്നു. എന്നെ ഉപദേശിക്കാൻ നീ ആയിട്ടില്ല, ഓർത്തോ. അതും പറഞ്ഞ് ദേവ് അവിടെ നിന്നും പോയി. ഗസ്റ്റ് ഹൗസിൽ ആരതി കാത്തിരിപ്പുണ്ടായിരുന്നു. നീ വരുമോ എന്ന് ഞാൻ കുറച്ചൊന്ന് സംശയിച്ചിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ നീ മയങ്ങിപ്പോകുമോ എന്ന് ഞാനൊന്ന് പേടിച്ചു. നിനക്ക് ഈ ദേവിനെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആരതി, നീ എന്നിലെ ഭ്രാന്താണ്. ഇനി എത്ര ഭൂലോകരംഭമാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നാലും നിന്നോളം വരില്ല ഒന്നും. ഗസ്റ്റ് ഹൗസിൻ്റെ മുറിയാകെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആലിംഗന ബന്ധസ്ഥരായി. അവരുടെ അധരങ്ങൾ പരസ്പരം മുട്ടിയൊരുമാൻ വെമ്പൽ കൊള്ളാൻ ഒരുങ്ങി. മുറിയാകെ അരണ്ട വെളിച്ചം തെളിഞ്ഞു. അവർ കട്ടിലേക്ക് ചാഞ്ഞു. പിറ്റേന്ന് ആദിത്യ ചായയുമായി നവദമ്പതികളെ സ്വീകരിക്കാൻ റൂമിലെത്തി.
ഗൗരി വാതിൽ തുറന്നു. തലേ ദിവസം ഒരുങ്ങിയതുപോലെ സാരിയും അതേ രീതിയിൽ തന്നെ മുടിയിലെ അലങ്കാരവും കാണപ്പെട്ടു. സംശയം തോന്നിയ ആദിത്യ മുറി ആകെ ഒന്ന് നോക്കി. മുറിയിലെ ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ വിരിച്ചിട്ടിരിക്കുന്നു. ആദി, ദേവ് എവിടെ എന്ന് തിരക്കി. അത് ഗൗരിയുടെ പതർച്ച ആദിത്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ദേവേട്ടൻ ഗസ്റ്റ് ഹൗസിലാണോ? സത്യം പറ ഗൗരി, നിനക്ക് സത്യങ്ങളെല്ലാം അറിയാമോ? ആരതിയുടെയും ദേവിൻ്റെയും ബന്ധം ഗൗരിക്ക് അറിയാമെന്ന് അവളുടെ പതർച്ചയിൽ നിന്ന് തന്നെ ആദിത്യയ്ക്ക് മനസ്സിലായി. ദേവും ഗൗരിയും തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ കാര്യമൊഴിച്ച് എല്ലാം ഗൗരി പറഞ്ഞു. ഗൗരി, ഒന്ന് ഞാൻ പറയാം. ആ ആരതി നമ്മൾ വിചാരിക്കും പോലെ ഒരു നല്ലൊരു പെണ്ണല്ല. എന്നാൽ ചേട്ടനോട് പല ആവർത്തി പറയാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ ചേട്ടൻ അവളുടെ വലയിൽ കുടുങ്ങിപ്പോയതാണ്. നീ എങ്ങനെയെങ്കിലും ചേട്ടനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ എത്രയും വേഗം നീ ചേട്ടനെ അറിയിക്കണം അച്ഛൻ ഗസ്റ്റ് ഹൗസിൽ പുറപ്പെട്ടു കഴിഞ്ഞുവെന്ന്. ഗൗരി, നിനക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ചേട്ടൻ ഇവിടെ ഇല്ലയെന്നുള്ള കാര്യം നമുക്ക് 2 പേർക്ക് മാത്രമേ അറിയൂ. അച്ഛൻ സുഖമില്ലാത്ത ആളാണെന്ന് അറിയാലോ. ഒരു ഷോക്ക് കൂടി താങ്ങാൻ ആ ഹൃദയത്തിന് കരുത്തില്ല. എന്തായാലും അച്ഛൻ അമ്പലത്തിൽ പോയതിനു ശേഷം മാത്രമേ ഗസ്റ്റ് ഹൗസിലേക്ക് പോകൂ. അതുവരെ നിനക്ക് സമയമുണ്ട്. എന്തെങ്കിലും ചെയ്യൂ. ചേട്ടൻ്റെ ഈ വഴിവിട്ട ബന്ധം ഒരിക്കലും അച്ഛൻ അറിയരുത്. ഗൗരി ആകെ ധർമ്മസങ്കടത്തിലായി. ദേവേട്ടൻ, ഞാൻ വെറും എഗ്രിമെൻ്റ് വൈഫാണെങ്കിൽ വിഷൻ സാറിന് ഞാൻ മകളെ പോലെയാണ്. ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ്. ആ നല്ല മനുഷ്യന് ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. അവൾ ഫോണെടുത്ത് ദേവനെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഒട്ടും താമസിക്കാതെ അവൾ ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയതും അവിടെയൊന്നും ദേവിനെ കണ്ടില്ല. അവൾ കോണിപ്പടിയുടെ മുകളിൽ കയറി ഒന്നും ചിന്തിക്കാതെ വെപ്രാളത്തോടെ വാതിൽ തള്ളി തുറന്നു. വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. വിവസ്ത്രരായി പുതപ്പിനടിയിൽ കെട്ടിപ്പുണർന്ന നിലയിൽ ദേവും ആരതിയും. ഗൗരി മുഖം തിരിച്ചു. ഇത് കണ്ട് ആരതി അലറി. ഷെടി, നിനക്ക് നാണമില്ലേ? മാനേഴ്സ് എന്തെന്നറിയാത്ത നാറിയ വർഗം. ഗെറ്റ് ഔട്ട് ഐസേ. ദേവ് അലറി. ഗൗരി മുറിയിൽ നിന്നിറങ്ങി മാറി നിന്നു. ദേവ് ഒരു ടവലുടുത്ത് മുറിയുടെ പുറത്തേക്ക് വന്നു. ഞാൻ നിന്നോട് പറഞ്ഞത് ഭാര്യയുടെ അധികാരവുമായി എൻ്റെ മുന്നിൽ വന്നു പോകരുതെന്നാണ്. നീ എനിക്ക് വെറും എഗ്രിമെൻ്റ് ഭാര്യ മാത്രമാണ്. 1 വർഷത്തേക്ക് ഞാൻ 5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ വെറും നേർച്ചക്കോഴി. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ ധൃതിയിൽ വിഷൻ സാർ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നുണ്ട്. ദേവൻ സാറിന് ഒരുപാട് പ്രാവശ്യം ഫോണിൽ വിളിച്ചു. എന്നാൽ സാറ് കോൾ എടുത്തില്ല. അതാ ഞാൻ വേഗം ഇങ്ങോട്ട് വന്നത്. സമയം എൻ്റെ മുന്നിൽ ഒട്ടും ഇല്ലായിരുന്നു. അതാ ഞാൻ പെട്ടെന്ന്. അവൾ ഏങ്ങി കരഞ്ഞു. ദേവ് ഫോൺ നോക്കി. 11 മിസ് കോൾ. ഓ ഗോഡ്. ഗൗരി, സോറി, ഞാൻ അറിയാതെ. നീ പുറത്ത് അച്ഛൻ വന്നു നോക്കൂ. ഞാനിപ്പോൾ വരാം. ആരതി, നീ എത്രയും വേഗം ഇവിടെ നിന്ന് മാറണം. അച്ഛൻ ഏത് നിമിഷം ഇവിടെ എത്തും. ഇതേ സമയം വിഷൻ സാറിൻ്റെ കാർ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരുന്നു. ഗൗരി ഉമ്മറപ്പടിയിൽ നിലയുറപ്പിച്ചു. വിഷൻ കാറിൽ നിന്നിറങ്ങി. അല്ല, ഇതാരാ? മോളെന്താ ഇവിടെ? ഞങ്ങളിന്ന് വെറുപ്പിനെ ഇന്ന് പോന്നു. എനിക്ക് ഒരു സർപ്രൈസ് തരാൻ ദേവട്ടൻ കൂട്ടിക്കൊണ്ട് വന്നതാ. ആ അച്ഛാ, ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങിയതാ. ദേവൻ ഒരുങ്ങി താഴേക്ക് വന്ന് പറഞ്ഞു. അത് കൊള്ളാം. ഞാൻ വന്നപ്പോൾ നിങ്ങൾ ഇറങ്ങാറായോ? അച്ഛനെന്താ ഇവിടെ? നിനക്കെന്താ ഓർമ്മയില്ലേ? ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന ദിവസമെല്ലാം ഗസ്റ്റ് ഹൗസിലൊന്ന് കയറി റെസ്റ്റ് എടുക്കാറ് പതിവാണല്ലോ. പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരും ഇവിടെ എത്താറുണ്ട്. അവരുമായി കുറച്ചു നേരം കുശലം പറഞ്ഞിരിക്കും. ഓ, ഞാനതങ്ങ് മറന്നു. അച്ഛാ, കല്യാണ തിരക്കൊക്കെ അല്ലേ, വിട്ടുപോയതാണ്. സോറി. അച്ഛന് ഡിസ്റ്റർബൻസ് ആയോ? ഡിസ്റ്റർബൻസ് എനിക്കോ? ഇനി അച്ഛനാണ് കുറച്ച് ലിമിറ്റൊക്കെ വെക്കാനുള്ളത്. നിങ്ങൾ ഇറങ്ങിക്കോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താം. ഓക്കെ അച്ഛാ, ഹെൽത്ത് നോക്കിക്കോണേ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് മനസ്സിലായല്ലോ. ഒരു കള്ളച്ചിരിയുടെ ദേവ് പറഞ്ഞു. ഉവ്വേ, നീ പോയിട്ട് വാ മോനെ. അവർ സംസാരിച്ച് നിൽക്കുന്ന നേരം കൊണ്ട് ആരതി ഗസ്റ്റ് ഹൗസിൻ്റെ പിന്നിലുള്ള ഗേറ്റ് വഴി രക്ഷപ്പെട്ടു. പിന്നീട് വിളിക്കാനും മറന്നില്ല. ദേവും ഗൗരിയും കാറിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകും വഴി ഗൗരിയുടെ മുഖം കാണുന്തോറും ദേവിന് പശ്ചാത്താപം തോന്നി. സോറി ഗൗരി, കാര്യം അറിയാതെ ഞാൻ. ഓ, അത് സാരമില്ല സാർ. ഞാൻ എൻ്റെ കടമ മാത്രമേ ചെയ്തുള്ളൂ. അല്ലെങ്കിലും ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് തന്ന 5 ലക്ഷത്തിൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. അങ്ങനെ ദിവസങ്ങൾ കഴിയും. വിഷൻ ഗ്രൂപ്പിൻ്റെ ടെക്സ്റ്റൈൽസിൽ പുതിയ ബ്രാൻഡ് ഓപ്പണിംഗ് ആണ്. അതിന് സെലക്ട് ചെയ്തിരുന്ന മോഡലായ പെൺകുട്ടിക്ക് ഷൂട്ടിംഗ് ദിവസം വരാൻ കഴിഞ്ഞില്ല. എല്ലാവരും ആകെ പരിഭ്രാന്തരായി. ഷൂട്ടിങ്ങിനായിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം ഭംഗിയായി തന്നെ കഴിഞ്ഞിരുന്നു. ഒടുവിൽ വിഷൻ സാർ ഗൗരിയെ സെലക്ട് ചെയ്തു. അത് കേട്ടതും ദേവത അംഗീകരിച്ചില്ല.
എന്നാൽ അത് കല്യാണപ്പട്ടിൻ്റെ ഫോട്ടോഷൂട്ട് ആയതിനാൽ കപ്പിൾസായി ദേവിനെയും ഗൗരിയെയും ആടിൻ്റെ പ്രൊഡ്യൂസർ നിശ്ചയിച്ചിരുന്നു. ഒടുവിൽ കമ്പനിക്ക് വേണ്ടി ദേവ് അത് അംഗീകരിച്ചു. ആടിൻ്റെ ചിത്രീകരണം വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. ആടിൻ്റെ ലോഞ്ചിങ് നടന്നു. വളരെ നല്ല രീതിയിലുള്ള റെസ്പോണ്ടായിരുന്നു കമ്പനിക്ക് ലഭിച്ചത്. കൂടാതെ പ്രോഡക്റ്റ് മികച്ച രീതിയിൽ വിപണിയിൽ ഒന്നാമതായി വിറ്റഴിഞ്ഞു. ഇതിൻ്റെ സന്തോഷത്തിൽ വിഷൻ ഗ്രൂപ്പ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. ഇതെല്ലാം അറിഞ്ഞ ആരതി ദേവിനോട് പൊട്ടിത്തെറിച്ചു. നീ ഒന്നും പറയേണ്ട ദേവ്, ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നീ ആ അവസരത്തിൽ എന്നെ ഓർത്തില്ല? നീ എല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു. നീ എന്തറിഞ്ഞിട്ടാണ്? എല്ലാം അച്ഛൻ്റെ ഡിസിഷനായിരുന്നു. പറഞ്ഞിരുന്ന കുട്ടി എന്തോ സാഹചര്യം കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അതിനു പകരം അച്ഛൻ എന്നെയും ഗൗരിയെയും സജസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. നിന്റെ സിനിമാ മോഹത്തിന് ഒരു ചിറക് ഞാൻ നൽകാൻ പോവുകയാണ്. എൻ്റെ ഫ്രണ്ട് മോഹൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പറ്റിയൊരു നായികയെ തിരക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. അതുപ്രകാരം നീ അവൻ്റെ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോകണം. അവിടെ ഉണ്ടാവും. സിനിമയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നിനക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കൂടിയാണ്. നീ റെഡിയാണെങ്കിൽ. ഓ ഗുഡ്നസ്, റിയലി? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. താങ്ക് ഗോഡ്. പ്രൊഡ്യൂസർ മോഹൻ, എനിക്കറിയാം. അദ്ദേഹം സംവിധായകൻ കൂടിയല്ലേ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. താങ്ക് യു ദേവ്. ഐ എം റെഡി. നീ വിളിച്ച് പറഞ്ഞേക്ക്. ശരി ആരതി. പിന്നെ നീ ഒരു ഗുഡ് ന്യൂസ് അറിഞ്ഞോ? നമ്മുടെ കമ്പനി മില്യൻസ് ആയിട്ട് വളർന്നിരിക്കുകയാണ്. ഒരൊറ്റ ആടുകൊണ്ട്. അതിൻ്റെ ഒരു പാർട്ടി ഇന്ന് വീട്ടിൽ കൂടുന്നുണ്ട്. നീ വരണം. എല്ലാം നമുക്ക് വേണ്ടിയാണ്. 1 ഇയർ കഴിഞ്ഞാൽ ഗൗരിയെ പുറത്താക്കി നീ എൻ്റെ ഭാര്യയാകും. അന്ന് ഈ സമ്പാദ്യമെല്ലാം നമ്മുടേതാണ്. ഇന്നത്തെ സങ്കടം നാളത്തെ സന്തോഷമാണ്. നീ കരുതിയിരിക്കേ. ഇന്ന് വിശ്വമംഗലത്ത് പാർട്ടിക്കായി എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. DJ പാർട്ടിയും ഡിന്നറും പാട്ടും മ്യൂസിക്കും മൊത്തം കളർഫുൾ പാർട്ടി. വില കൂടിയ ഡ്രസ്സുകൾ അണിഞ്ഞ് കുടുംബങ്ങളെല്ലാം സ്റ്റേജിലേക്ക് നിരന്നു. അപ്പോഴാണ് കോണിപ്പടികൾ വഴി ഗൗരി ഇറങ്ങി വരുന്നത് ദേവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളുടെ വരവ് കണ്ട് ദേവ് അമ്പരപ്പോടെ നോക്കി നിന്നു. ചില്ലി റെഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൗൺ അണിഞ്ഞ് അതിനനുസൃതമായി മുടിക്കിട്ടും മേക്കപ്പും എല്ലാം കൂടിയായപ്പോൾ അവൾ അതീവ സുന്ദരിയായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവളെ മാത്രമായി ഒതുങ്ങി. ഒന്നുമില്ലെങ്കിലും ദേവിൻ്റെ ഭാര്യ എന്ന് പറയാൻ ഇപ്പോൾ എന്തുകൊണ്ടും മികച്ചതായിരുന്നു. ദേവിൻ്റെ നിൽപ്പ് കണ്ട് ആദിത്യ ഒന്ന് തോണ്ടി വിളിച്ചു. എന്താണ്? ഇപ്പം ഗൗരിയേട്ടത്തെ കാണാൻ സൂപ്പറായിട്ടുണ്ടല്ലേ. ഏതോ സ്വപ്നലോകത്തെന്ന പോലെ അപ്പോഴാണ് ദേവ് ഉണർന്നത്. എന്നാൽ തൻ്റെ ഈഗോ അപ്പോൾ തലപൊക്കി. കുറച്ച് ചായം പൂശി ഏത് പെണ്ണും നിൻ്റെ ഏട്ടത്തേക്കാളും സുന്ദരിയാവും. അല്ലെങ്കിലും നല്ലത് നാക്കിയറിയില്ല എന്ന പഴഞ്ചൊല്ല് ഓർമ്മ വരുത്തുന്നതാ ഏട്ടൻ്റെ സ്വഭാവം. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. പാർട്ടി തുടങ്ങി. പെട്ടെന്നാണ് ആദിത്യ അനൗൺസ് ചെയ്തത്. രണ്ടാളെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. കേക്ക് മുറിച്ചു. അപ്രതീക്ഷിതമായി ഗൗരിയെ ഒരു പാട്ട് പാടാനായി സ്റ്റേജിലേക്ക് ആദിത്യ ക്ഷണിച്ചു. ദേവ് പുച്ഛത്തോട് ചിരിച്ചു. നല്ല പാർട്ടിയാണ് പാട്ട് പാടാൻ വിളിക്കുന്നത്. ഇവൾക്ക് പാട്ട് പോയിട്ട് ഒന്ന് നേരെ വർത്തമാനം പറയാൻ പോലും അറിയില്ല. എന്തറിഞ്ഞിട്ടാ ആദിത്യ? ഇന്ന് എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തു. ദേ ഗൗരി, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ നോക്ക്. എനിക്ക് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞേക്ക്. ഈ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് നശിപ്പിക്കരുത്. എന്നാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആദിത്യ അവളുടെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് പോയി. അവൾ നിസ്സഹായയായി ദേവിനെ നോക്കി നിന്നു. ലൈറ്റുകളെല്ലാം ഓഫായി. സ്റ്റേജിൽ മാത്രം ഗൗരിയുടെ നേർക്ക് ഒരു ലൈറ്റ് പ്രകാശിച്ചു. കരോക്കെ ട്രാക്ക് പ്ലേ ചെയ്തു. ഗൗരിയുടെ പാട്ട് ആരംഭിച്ചു. എല്ലാവരും അമ്പരപ്പോടെയും ആകാംക്ഷയോടെയും ഗൗരിയെ തന്നെ നോക്കി നിന്നു. അവളുടെ ശബ്ദം ആ വേദി നിറയെ പുളകം കൊള്ളിച്ചു. ദേവ് അറിയാതെ ആ പാട്ടിൽ ലയിച്ചു. നിന്നുപോയി. ലൈറ്റ് ഓണായി. എല്ലാവരുടെയും കൈയടി കേട്ടപ്പോഴാണ് ദേവ് ഏതോ സ്വപ്നത്തിൽ നിന്നുണർന്നത്. ഗൗരി ഇത്രയും നന്നായി പാടുമെന്ന് ദേവന് അറിയില്ലായിരുന്നു. എന്നാൽ ആ വീട്ടിലെ എല്ലാവർക്കും അറിയാമായിരുന്നു. ദേവിൻ്റെ മനസ്സിൽ എവിടെയോ ഗൗരിയോട് ഒരു പ്രണയം ഒട്ടിട്ടു. താൻ പോലും അറിയാതെ. എന്തിനാ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം അവളോട്? ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് ആരതി ദേവിനെ നോക്കുന്നത്. ദേവിൻ്റെ മുഖത്തെ സന്തോഷവും അമ്പരപ്പും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ദേഷ്യത്തിൽ 2 പെഗ് അവൾ അകത്താക്കിയിരുന്നു. അവൾ ഓടി വന്ന് ദേവിനെ ഹഗ് ചെയ്തു. കൂടെ ഡാൻസ് ചെയ്യാൻ ക്ഷണിച്ചു. പെട്ടെന്ന് ദേവ് അവളുമൊത്ത് ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു. എല്ലാവരുടെയും അപ്രീസിയേഷൻ വാങ്ങുന്നതിനിടയിൽ ഗൗരി ഈ കാഴ്ച കണ്ടു. അവൾക്കും എവിടെയോ മനസ്സിൽ ഒരു വിങ്ങൽ തോന്നി. ദേവ് തനിക്ക് ആരുമല്ല, എന്നിട്ടും എന്തിനാണ് എനിക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിക്കുന്നത്? അവൾ തന്നോട് തന്നെ ചോദിച്ചു. എന്നാൽ ഇത് കണ്ടുനിന്ന ആദിത്യ ഓടിച്ചെന്ന് ആരതിയുടെ കവളത്തൊന്നു കൊടുത്തു. പാർട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി. ആരതിക്ക് ഇതിൽ പരം ഇൻസൾട്ട് വേറെ ഒരിടത്തു നിന്നും കിട്ടാനില്ലായിരുന്നു. ഇത് കണ്ട വിശ്വം ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തൻ്റെ മകൻ്റെ പ്രവൃത്തിയിൽ
അയാൾ ലജ്ജിച്ചു തല താഴ്ത്തി എല്ലാവരോടും സോറി പറഞ്ഞു. ആരതിയുടെ സാന്നിധ്യം തന്നെ ആ പാർട്ടിക്ക് ഭംഗം വരുത്തിയിരുന്നു. വീട്ടിലെത്തിയ വിശ്വം ദേവിനെ വിളിച്ചു. നീ എന്താ ഇപ്പോഴും ഈ കുടുംബത്തിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? അവളെ എനിക്കിഷ്ടമല്ലാന്ന് നിനക്കറിയില്ലേ? ഈ കുടുംബത്തിന് യോജിച്ച ഒരു പെണ്ണല്ല എന്നും നിനക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഞാൻ വേറൊരു വിവാഹം ആലോചിച്ചത്. വിവാഹം കഴിഞ്ഞെങ്കിൽ നീ നന്നാകുമെന്ന് കരുതി. എന്നാ എൻ്റെ തോന്നൽ നീ തെറ്റിച്ചു. ഹിലജ, ഞാൻ അങ്ങനെയൊന്നും. അവൾ ഇപ്പോൾ എൻ്റെ നല്ല ഫ്രണ്ടാ. ആദ്യത്തെ വെറുതെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. ശരി, ഇനി ആവർത്തിക്കരുത്. പൊയ്ക്കോ. റൂമിലെത്തിയ ദേവ് വളരെ വിഷമത്തോടെ ഇരിക്കുന്നത് ഗൗരി കണ്ടു. എന്തൊക്കെ പറഞ്ഞാലും ദേവിന് അച്ഛൻ കഴിഞ്ഞേ ബാക്കി എന്തോ ഉള്ളൂ. സാറ് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സോറി ഗൗരി, ഞാനൊന്നും ഓർത്തില്ല. ആരതി പെട്ടെന്ന് കണ്ടപ്പോൾ പാർട്ടിയാണെന്നുള്ള ബോധം എനിക്കില്ലാതെ പോയി. പെട്ടെന്ന് ദേവ് എഴുന്നേറ്റ് ഗൗരിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ ഒരു പ്രവൃത്തിയിൽ ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി. പെട്ടെന്ന് ഗൗരി അവനെ കൈകൊണ്ട് തള്ളി മാറ്റി. ദേവന് ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കരുത്. നമ്മുടെ എഗ്രിമെൻറ്റ് ഇതൊന്നും എഴുതപ്പെട്ടിട്ടില്ല. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. ഇതേ സമയം ആരതിയുടെ റൂം. ആരതി ഫോൺ ചെയ്യുകയാണ്. ആകാശ്, നമ്മുടെ പ്ലാനെല്ലാം തകരുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഇന്നത്തെ അവരുടെ പാർട്ടി ഞാൻ കുളം തോണ്ടിയിട്ടുണ്ട്. ആ മണ്ടൻ എൻ്റെ സ്നേഹവലയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞു. ഞാനൊന്ന് പേടിച്ചിരുന്നു, വിവാഹം കഴിഞ്ഞാൽ അവൻ മാറിപ്പോകുമെന്ന്. പേടി എനിക്കുണ്ടായിരുന്നു. അവൻ്റെ ചെറിയ മാറ്റങ്ങൾ വരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവനറിയില്ല. അവൻ വിവാഹം കഴിക്കണമെന്ന് എൻ്റെ മോഹം ആ പറട്ടക്കളവൻ വിഷം തകർത്ത് കളഞ്ഞു. എന്തായാലും കലങ്ങി തെളിയും. അവൾ നിഗൂഢമായി ചിരിച്ചു. അവരുടെ സ്വത്തെല്ലാം കൈക്കലാക്കിയിട്ട് വേണം അവരെല്ലാം അടിച്ച് വെളിയിലിറക്കാൻ. എന്നിട്ട് ആകാശം ഞാനും മാത്രമായി അവിടെ നമ്മൾ രാജാവും റാണിയുമായി വാഴും. പിന്നീട് ദേവും ഗൗരിയും തന്നെയായിരുന്നു അവരുടെ ടെക്സ്റ്റൈൽസിൻ്റെ ആടുകളിൽ നിറഞ്ഞു നിന്നത്. അവരെ ലക്കി കപ്പിൾസ് എന്നറിയപ്പെട്ടു. പിന്നീട് കമ്പനിയുടെ വളർച്ച ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയായിരുന്നു. തൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായില്ലെന്ന് ആത്മഗതം വിശ്വം തന്നെ സമ്മതിച്ചു. ഇതേ സമയം സിനിമയുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് ആരതി മോഹൻ്റെ ഗസ്റ്റ് ഹൗസിലെത്തി. മോഹൻ്റെ സമ്പന്നത ആരതിയുടെ കണ്ണുകളിൽ ദുഷ്ടതയുടെയും കുടിലതകളും വീണ്ടും നിറഞ്ഞു. വളരെ ഭംഗിയായി തന്നെ ആരതിയുടെ പിക്ചറുകൾ മോഹൻ എടുത്തു. മോഹൻ വാക്കും കൊടുത്തു, തൻ്റെ സിനിമയിലെ നായിക ആരതി തന്നെയായിരിക്കും. ഇതിനിടയിൽ മോഹനെ ട്രാപ്പിലാക്കാനും ആരതി മറന്നില്ല. ആരതി മോഹനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മോഹൻ മാത്രമേ ഇനി ആരതി വിവാഹം കഴിക്കൂ എന്നുള്ള ഉറപ്പും അവന് നൽകി. മാസങ്ങൾ കഴിഞ്ഞുപോയി. ഇനി എഗ്രിമെൻ്റ് തീരാൻ 1 മാസ കാലാവധി മാത്രമേ ഉള്ളൂ. ആരതിയും ദേവും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. അതിൽ ആരതി ഗർഭിണിയാണെന്നും ഉത്തരവാദി ദേവാണെന്നും പറഞ്ഞ് അവൾ ധരിപ്പിച്ചു. ദേവ് പോലും അറിയാതെ ഗൗരിയുമായി അടുത്ത നിമിഷങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. അപ്പോഴാണ് വെള്ളിടി വീണ പോലെ ആരതിയുടെ വാക്കുകൾ. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തളർന്നിരുന്നു. ദേ, എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി 1 മാസം കൂടി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. എത്രയും വേഗം നമ്മുടെ വിവാഹം നടക്കണം. അവൻ തൻ്റെ അടുത്ത ഫ്രണ്ടായ മോഹനുമായി ഇത് സംസാരിച്ചു. മോഹൻ ഞെട്ടിപ്പോയി. എടാ, ആരതി ഗർഭിണിയാണോ? അതിന് ഉത്തരവാദി നീയാണെന്നാണോ അവൾ പറഞ്ഞത്? അതേടാ, ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, നിനക്കറിയില്ലേ. പിന്നെ അച്ഛൻ്റെ താല്പര്യത്തിന് ഞാൻ വിവാഹം കഴിച്ചു എന്ന് മാത്രം. അത് വെറുമൊരു എഗ്രിമെൻ്റ് വിവാഹം. എടാ, ഒന്നും തോന്നരുത്. ആരതി നമ്മൾ 2 പേരെയും ചതിക്കുകയാണ്. നിൻ്റെ ഭാര്യയായി അഭിനയിക്കുന്ന ഗൗരി അവൾ മാണിക്കാണ്. നീ അവളെ ഉപേക്ഷിക്കരുത്. എന്താ മോഹൻ നീ പറഞ്ഞു വരുന്നത്? അതെ, അവൾ ഞാൻ കാരണം ഗർഭിണിയായി എന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് ഒരു 5 ലക്ഷം രൂപ വാങ്ങിച്ചു. ഞാൻ അബദ്ധത്തിൽ കൊടുക്കുകയും ചെയ്തു. ഞാൻ അവളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. നീയായിട്ടൊരു ബന്ധമില്ലെന്നാണ് അവളെ എന്നെ പറഞ്ഞ് ധരിപ്പിച്ചത്. എനിക്കെല്ലാം മനസ്സിലായി മോഹൻ. നിന്നെയും എന്നെയും ഒരുപോലെ ചതിക്കുകയായിരുന്നു. അവൾക്ക് പണവും സ്വത്തുമാണ് ലക്ഷ്യം. അപ്പോൾ തന്നെ ദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു. മറുതലയ്ക്കൽ ആദിത്യയായിരുന്നു. ചേട്ടാ, എത്രയും വേഗം വരണം. അച്ഛൻ വീണ്ടും ഹോസ്പിറ്റലിലായി. എന്താ ആദിത്യ പറയുന്നത്? എല്ലാം പറയാം, വേഗം ചേട്ടൻ വാ. എന്തായാലും നിങ്ങളുടെ കള്ളക്കളി എല്ലാം അച്ഛൻ അറിഞ്ഞു. ആ ഷോക്കിലാണ്. ഗൗരിയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. അവളും കൂടി ചേർന്നാണല്ലോ ഈ നാടകം എല്ലാം കാണിച്ചത്. ഞാൻ തവരുന്നു, നീ ഫോൺ വയ്ക്ക്. ദേവ് മോഹനുമായി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. പോകുന്ന വഴി ദേവ് മോഹനെ കൊണ്ട് ഗൗരിയെ വിളിപ്പിച്ചു. ഹലോ ഗൗരി, എന്തൊക്കെയാണ് നടന്നത്? ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഞാൻ മോഹനാണ്, ദേവിൻ്റെ ഫ്രണ്ട്. നീ നടന്ന കാര്യങ്ങളൊന്ന് പറയോ? ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
ഇന്ന് രാവിലെ ഒരു അജ്ഞാത സന്ദേശം അച്ഛൻ്റെ ഫോണിലെത്തിയിരുന്നു. അത് നമ്മുടെ എഗ്രിമെൻ്റ് വിവാഹത്തെപ്പറ്റിയും അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ ആയിരുന്നു. ആരോ നമ്മുടെ പിന്നിലുണ്ട്. അവർ നമ്മെ ചതിച്ചു. അച്ഛന് അതൊരു ഷോക്കായിരുന്നു. നീ നീ എവിടെയാ? ഞാൻ വീട്ടിലെത്തി. എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ട്. പക്ഷേ എല്ലാവരും കൂടി എന്നെ ആട്ടിപ്പായിച്ചു. നീ വിഷമിക്കാതിരിക്കെ. ഇതിൻ്റെ പിന്നിൽ ആരതിയായിരിക്കും. ദേവും മോഹനും ഹോസ്പിറ്റലിലെത്തി. അച്ഛൻ ഐസിയിലായിരുന്നു. ആദിത്യ ഓടി വന്ന് പറഞ്ഞു. ദേവൻ ഡോക്ടറെ കാണാൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി. ദേ, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, അച്ഛന് ഇനി ഒരു ഷോക്ക് കൂടി താങ്ങാൻ കഴിയില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഉടനെ എത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ഒരുവിധം പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എന്തായാലും ദേവിനെ കാണണമെന്ന് അച്ഛൻ വാശി പിടിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വേദനിപ്പിക്കാതെ സംസാരിക്കണം. ശരി ഡോക്ടർ. ദേവ് അച്ഛനെ കാണാനായി ഐസിയിലേക്ക് കടന്നു. അവൻ ആരതിയുടെ ചതികളെക്കുറിച്ചും എല്ലാം അച്ഛനോട് പറയുകയും ഗൗരിയെ താൻ സ്നേഹിച്ചു തുടങ്ങിയെന്നും അവൾ എൻ്റെ സ്വന്തം ഭാര്യയാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നും അച്ഛനെ അറിയിച്ചു. ഇത് കേട്ടതും അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. ഇതേ സമയം കാര്യങ്ങളെല്ലാം ആരതി അറിഞ്ഞു. തൻ്റെയും ആകാശിൻ്റെയും കള്ളക്കളികൾ പൊളിയും എന്ന് വന്നതോടെ അവർ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കി. ഗൗരിയെ അപായപ്പെടുത്താനായിരുന്നു അവരുടെ ശ്രമം. ആരതിയും ആകാശും ഗൗരിയുടെ വീട്ടിലെത്തി. ഗൗരിയെ കെട്ടിയിട്ടു. ദേവിനെ ഭീഷണിപ്പെടുത്തി സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാമെന്ന അവസാന പ്ലാനായിരുന്നു അവരുടേത്. എന്നാൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞ ആദിത്യ തൻ്റെ ഉറ്റ സുഹൃത്തായ അഭിലാഷിനെയും കുറച്ച് ആൾക്കാരെയും സംഘടിപ്പിച്ച് ഗൗരിയുടെ വീട്ടിലെത്തി. അവിടെ വെച്ച് വലിയൊരു ഏറ്റുമുട്ടലിന് ശേഷം ഗൗരിയെയും അമ്മയെയും അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. ആരതിയെയും ആകാശിനെയും പോലീസിൽ ഏൽപ്പിച്ചു. ആകാശ് പേര് കേട്ട നെട്ടോറിയസ് ക്രിമിനലായിരുന്നു. ഒടുവിൽ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വിശ്വം വീട്ടിലെത്തി. ലളിതമായി നടത്തിയ തൻ്റെ മകൻ്റെ കല്യാണം ആർഭാടപൂർവ്വം എല്ലാവരെയും വിളിച്ചു വരുത്തി. ഗൗരിയുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വലിയൊരു പാർട്ടിയോടുകൂടി അവിടെ ആഘോഷിച്ചു. ഇനി ദേവിൻ്റെയും ഗൗരിയുടെയും പുതിയ ജീവിതം. വർഷങ്ങൾക്കു ശേഷം ഒരു പാർക്കിൻ്റെ ബെഞ്ചിൽ ഗൗരിയും ദേവും ഇരിക്കുന്നു. അടുത്ത് കുട്ടികളുടെ പാർക്കാണ്. ഇരട്ടകളാണെന്ന് തോന്നിപ്പിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഓടി വന്നു. അച്ഛാ, അമ്മ, നമുക്ക് ബീച്ചിൽ പോകണം. ദേവൻ ഒരാളെയും ഗൗരി മറ്റൊരാളെയും എടുത്തു. അവർ അവരുടെ മക്കളായിരുന്നു. പോകാലോ, ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, അല്ലേ ഗൗരി? പിന്നല്ല. ഗൗരി, നീ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഇരുളെല്ലാം മാറി. ഞാൻ വെളിച്ചത്തിലേക്ക് വന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കുടുംബം നശിപ്പിച്ചേനെ. നീ എനിക്ക് ദൈവം തന്ന വരദാനമാണ്. ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ വാ, സമയം കുറേയായി, നമുക്ക് പോകാം. അവർ അവരുടെ മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കട്ടെ. ശുഭം. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.